ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിന് മുന്നിലേക്ക് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവുമായി വരുന്നതറിഞ്ഞ് പോലീസ് കാലെ കൊട്ടി തന്നെ ബാരിക്കേഡ് തീർത്തിരുന്നു. സമരക്കാർ എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. മുദ്രാവാക്യം വിളികളുമായി ആശാ വർക്കേഴ്സ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. പിന്നെ അടുപ്പ് കൂട്ടി കലത്തിൽ കഞ്ഞി വെച്ചായി പ്രതിഷേധം. കിട്ടാനുള്ള വേതനം ഞങ്ങൾക്ക് കിട്ടണം. മിനിമം വേതനം 12,000 രൂപയെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. 13,000, പക്ഷേ 13,000 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ആശാവർക്കർമാരെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു. ആശാവർക്കർമാർ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ആശാ വർക്കേഴ്സും ഗവൺമെന്റും തമ്മിലുള്ള, സർക്കാരും തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ആശാ വർക്കേഴ്സ് കുറച്ച് അവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നും അവർക്ക് കുറച്ച് കൂട്ടി ശമ്പളം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ സമരം ചെയ്യുകയാണ്. പക്ഷേ സർക്കാരാണെങ്കിൽ അവരുമായിട്ടൊരു ചർച്ചയ്ക്കോ ഒന്നും തയ്യാറായിട്ടില്ല. കാരണം ആദ്യമേ തുടങ്ങി വെച്ചത് ആശാ വർക്കേഴ്സ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം അവരെ പിന്തുണയ്ക്കാൻ പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും മുന്നിട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ സർക്കാരിന് അതിനു മുന്നേ ഇത് ചർച്ചയിലൂടെ തീർക്കാവുന്ന പ്രശ്നമായിരുന്നു. ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ സർക്കാരിന് ഇവരുടെ മുന്നിൽ ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഭാഗം ഒന്ന് കേൾക്കാനോ ഒന്നും ഇതുവരെയും തയ്യാറായിട്ടില്ല. അവരുമായിട്ടൊരു വലിയൊരു ചർച്ചയ്ക്ക് തന്നെ ഇവർ തയ്യാറായിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നതല്ലാതെ ഇവരുമായിട്ട് ഒരു അരമണിക്കൂർ ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഇത്. പക്ഷെ ഇതിപ്പോൾ തോറ്റുകൊടുക്കാൻ വയ്യ. ചുരുക്കത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുമായിട്ട് ചർച്ച നടത്തി അരമണിക്കൂർ തീർക്കേണ്ട ഈ വിഷയം മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഏറ്റെടുത്തപ്പോൾ സർക്കാരിന് അവിടെ തലകുനിക്കാൻ വയ്യ. അല്ലെങ്കിൽ സർക്കാരിന് അവരുടെ ഈ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികൾ അതൊരു വിജയമായി കൊണ്ടാടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ആശാ വർക്കേഴ്സിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ സംഘടനകളെ കൊണ്ടൊക്കെ സമരം നടത്തുകയും ഞങ്ങൾക്ക് ഇതൊക്കെ ശമ്പളം മതി, ഞങ്ങൾക്ക് ഈ ആനുകൂല്യം മതി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. എന്നാലും ഇപ്പോൾ സമരത്തിലുള്ള ആശാ വർക്കേഴ്സ് ഒന്നും പുറകോട്ട് പോകാൻ തയ്യാറല്ല. അപ്പൊ ഇതിന്റെ പേരിൽ ഇന്ന് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും മന്ത്രി വീണ ജോർജും തമ്മിൽ നേർക്ക് നേരെ ഫൈറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, സൈബർ ഇടങ്ങളിലെല്ലാം ഭരണപക്ഷത്തിന്റെ സൈബർ ഇടങ്ങളിലെല്ലാം അവിടെ അവരെടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ് സിക്കിം സർക്കാർ 10,000-നടുത്ത് ശമ്പളം കൊടുക്കുന്നുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. അത് കള്ളത്തരമാണെന്നാണ്, അങ്ങനെ സംഭവമില്ല എന്നുള്ളതാണ് വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത്. പക്ഷെ അതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റും അതിന്റെ തെളിവുകളും നിരത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ട പോസ്റ്റ് ഇതാണ്: ഇന്ന് നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ ഞാൻ പറഞ്ഞ വാദമായിരുന്നു സിക്കിം സർക്കാർ ആശാ വർക്കർമാരുടെ ഏറിയം 10,000 രൂപയായി എന്ന്. ആ കണക്ക് തെറ്റാണ് എന്നാണ് അങ്ങ് പറഞ്ഞത് എന്ന് വെച്ചാൽ വീണ ജോർജിയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞ കണക്കിന്റെ അടിസ്ഥാനം ബഹുമാനീയനായ ലോക്സഭാ അംഗം ശ്രീ ഡീൻ കുര്യാക്കോസ് 2/8/2024 പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീമതി അനുപ്രിയ പട്ടേൽ നൽകിയ മറുപടിയുണ്ട്. ആ മറുപടിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, സിക്കിം സർക്കാർ ആശാ വർക്കർമാർക്ക് 6,000 രൂപയിൽ നിന്ന് 10,000 രൂപയായി വർദ്ധിപ്പിച്ചു എന്ന്. ആ കണക്ക് തെറ്റാണ് എന്നാണ് ആരോഗ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. പിന്നീട് പറയുന്നത് സിക്കിം ഇന്ത്യയിൽ തന്നെയാണ്. മന്ത്രി ഇന്ത്യയുടെ പാർലമെന്റിൽ സർക്കാർ പറഞ്ഞ മറുപടിയാണ് മാഡം ഇത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ തെളിവുകളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിയമസഭയിൽ നേർക്ക് നേരെയാണ് വാക്പോരാട്ടം നടക്കുന്നത്. ഇതിന്റെ പേരിൽ ആശാ വർക്കേഴ്സിന്റെ സമരം ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷം കൂടെ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ സർക്കാരിന് അവരുമായിട്ട് ചർച്ചയ്ക്ക് പോലും ഇരിക്കാൻ സമയമില്ല. അവരുമായിട്ട് ചർച്ച ചെയ്താൽ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് തീരുന്ന വിഷയമാണ്. ഇന്ന് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ആ പ്രസംഗം ഒന്ന് കേൾക്കാം. ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇടയ്ക്കിടയ്ക്ക് സഭയിൽ വന്ന് കേരളം നമ്പർ 1 എന്ന് വീണ്ടും പറയുന്നത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ? ഇത്രയേറെ വനിതകൾ അവർ സമരം ചെയ്തിട്ട് ആ വനിതകളോട് സംസാരിച്ചില്ല എന്ന് മാത്രമല്ല സാർ, ആ വനിതകൾ, ആ സമരം ചെയ്യുന്ന സാധു മനുഷ്യൻ അവർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ, അവർ തന്നെ പറഞ്ഞത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരേണ്ട ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു സാർ ആരോഗ്യവകുപ്പ് മന്ത്രി. ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഞാനും അന്ന് ഈ സഭയിൽ ഇരിക്കുന്ന എല്ലാവരും വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ല സാർ? നമ്മൾ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോ ഓഫീസ് ടൈമിലാണോ സാർ വോട്ട് ചോദിക്കുവാൻ പോകുന്നത്? വോട്ട് ചോദിക്കാൻ പോകുമ്പോ കൊച്ചു വെളുപ്പാങ്കാലത്ത് പോകാം, പാതിരാത്രിയിൽ പോകാം. പക്ഷെ വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ ആ ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് ടൈമിൽ വരണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങേക്ക് ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പടിക്കൽ ഇങ്ങനെ ഒരു സമരം നടന്നിട്ട് മുഖ്യമന്ത്രി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? എന്തുകൊണ്ടാണ് ഒരു ജനകീയ സമരത്തെയും അഡ്രസ് ചെയ്യില്ല എന്ന ഫോൾസ് ഈഗോയുമായി കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്? മുഖ്യമന്ത്രി അവരെ കണ്ടില്ലെങ്കിലും അവരുടെ മുന്നിൽ കൂടി കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുവാൻ പോയി. സന്തോഷം, നിക്ഷേപകരെ കാണൂ. ഞങ്ങൾ 2003 ജിമ്മ് നടത്തിയപ്പോ, ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയപ്പോ അതിനെ തള്ളി പറഞ്ഞ ആളുകൾ 2025 പേര് മാറ്റിയ നടത്തുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. മാത്രമല്ല, അത് നടത്തിയത് ഗ്രാൻഡ് ഹയാത്തിലാണ് സാർ. ഈ ഗ്രാൻഡ് ഹയാത്ത് നിർമ്മിക്കുമ്പോ ആ നിർമ്മാണത്തിനെതിരെ സമരം ചെയ്ത ആളുകൾ അതേ ഗ്രാൻഡ് ഹയാത്തിൽ ഈ സമ്മേളനം നടത്തുമ്പോ നിറം മാറുന്നതിനെ പറ്റി ഓർത്ത് ഓന്ത് പോലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് സാർ ഇവരുടെ മുന്നിൽ. ആശാവർക്കർമാരുടെ ശമ്പളം 21,000 രൂപയാക്കണമെന്ന് പറയുമ്പോ ഇപ്പൊ മന്ത്രി പോലും പറഞ്ഞെന്താ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് 1000 രൂപയായിരുന്നു ഓണറേറിയം. ശരിയാണ് സാർ. ഈ പദ്ധതിയുടെ പ്രാരംഭകാലത്ത് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കാലത്ത് 300 രൂപയായിരുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 1000 രൂപയാക്കി. അന്ന് 1000 രൂപയാക്കുമ്പോ ആശാവർക്കർമാരുടെ പ്രവൃത്തി സമയത്തെ സാർ, ആശാവർക്കർമാരുടെ പ്രവൃത്തി സമയം ഒരു 3 മണിക്കൂർ മാത്രമാണ്. മാത്രമല്ല, ആ 3 മണിക്കൂറിന് ശേഷം അവർക്ക് എന്ത് ജോലിക്ക് വേണമെങ്കിലും പോകാം, മറ്റു വരുമാനങ്ങൾ നേടാം. എന്നാൽ ഇന്നതാണ് സാർ അവസ്ഥ. 9 തൊട്ട് 5 വരെയാണ് അവരുടെ പ്രവൃത്തി സമയം. അല്ല സാർ, അത് കഴിഞ്ഞും ആ വീട്ടിൽ വന്നതിന് ശേഷവും അവർ ഡേറ്റ എൻട്രി നടത്തണം. ആ ഡേറ്റ എൻട്രി നടത്തുന്നത് മാത്രമല്ല, 2018 ശേഷം ഈ ആശാവർക്കർമാർ മറ്റു ജോലിക്ക് പോകുന്നത് നിയമപരമായി നിരോധിക്കുകയും ചെയ്തു സാർ. അതുപോലെ തന്നെ ഭരണപക്ഷം പറയുന്ന മറ്റൊരു കാര്യമാണ്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1000 രൂപയായിരുന്നു നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പൊ ഞങ്ങൾ അത് കൂട്ടി ഇത്രയും രൂപയാക്കിയല്ലോ എന്നുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1000 രൂപ എന്ന സമയത്തുള്ള അരിയുടെ വിലയല്ല ഇപ്പോൾ. ഏത് സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ശമ്പളമുള്ളവർ വരെ ഇപ്പം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 1000 രൂപയുടെ കണക്ക് പറയുന്നത്. ആശാവർക്കർമാരെ അവരുടെ നീതിക്ക് വേണ്ടിയാണ് അവർ പോരാടുന്നത്. പക്ഷെ അവര്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെയാണ് അവർ കുറെ ആൾക്കാർ സമരം തുടങ്ങിയത്. പക്ഷെ അത് ഈ സർക്കാർ അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് കണ്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും മറ്റുള്ളവരും ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലേക്ക് ഒരു തോൽവി സമ്മതിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ച നടത്തി അതൊന്ന് പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല, സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. അവർ സ്വയം നിർത്തിപ്പോട്ടെ, അല്ലെങ്കിൽ ഇവരെ പിരിച്ചുവിടുമെന്നൊക്കെ നേരത്തെ ഒരുപാട് ഇതൊക്കെ വന്നിരുന്നു, അറിയിപ്പുകളൊക്കെ വന്നിരുന്നു, അവരെ ഇനി ജോലിയിൽ പ്രവേശിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഇതിനെ തടുക്കാൻ വേണ്ടിയിട്ട് എതിർകക്ഷിക്കാര് വേറൊരു സമരം നടത്തുന്നു. അങ്ങനെ സമരങ്ങളുടെ ബഹളമായിരുന്നു. എന്തായാലും ഇപ്പം ഇത് നിയമസഭയിലെ ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ, ഇത് മാത്രമല്ല, ഭരണപക്ഷത്തിനെ പ്രതിസന്ധിയിലാക്കുന്ന ഏത് ചർച്ച വന്നാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് സ്പീക്കറാണ്. സ്പീക്കർ ഇപ്പൊ ആരെയും സംസാരിക്കാൻ പറ്റത്തില്ല, ഭരണപക്ഷത്തിലുള്ള ആരെയും സംസാരിക്കാൻ പറ്റത്തില്ല. അവിടെ കിടന്ന് ഭരണപക്ഷത്തിലെ ആൾക്കാർ, പ്രതിപക്ഷത്തിന്റെ ആൾക്കാർ സംസാരിക്കുമ്പോഴത്തേക്ക് അവരവിടെ കിടന്ന് ഭയങ്കര ബഹളവും ഒക്കെ വെച്ചിട്ട് ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്ക് അവിടെ സ്പീക്കർ അവരോട് ഇരിക്കൂ എന്ന് പറയുന്നതല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾ തുടർന്നോളൂ എന്ന് പറയും. അത് പ്രതിപക്ഷ പാർട്ടികളോട് പറയും, നിങ്ങൾ ഇപ്പം പ്രതിപക്ഷ നേതാവാണെങ്കിലും മറ്റുള്ളവരാണെങ്കിൽ സംസാരിക്കുമ്പോൾ തുടർന്നോളൂ എന്ന് പറയും. ഈ തുടർന്നോളൂ എന്ന് പറയുമ്പോൾ തുടരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോഴും സ്പീക്കർ ഏകപക്ഷീയമായി നിൽക്കണം എന്നാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത്. പക്ഷേ സ്പീക്കർ അങ്ങനെയല്ല. സ്പീക്കർ ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായിട്ടൊക്കെ ഒരു പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ നല്ലൊരു പോര് തന്നെ നടന്നു എന്ന് തന്നെ പറയാം. എന്തായാലും നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം. ഒരു ശരിയായ ആവശ്യം ഒരു സംഘടന മുന്നിൽ വെച്ച് സമരം ചെയ്യുമ്പോൾ ഇതേ ആവശ്യം ഉന്നയിച്ച് CITUവും INTUCയും അടക്കമുള്ള സംഘടനകൾ സമരം ചെയ്തിട്ടില്ലേ? രാജ്യവ്യാപകമായി സമരം ചെയ്തിട്ടില്ലേ? സാർ, ഇത് അവർ ചോദിക്കുന്നത് കൂടുതലാണ് എങ്കിൽ എന്തിനാണ് സാർ 2014 ഇപ്പോൾ അവരെ ആക്ഷേപിക്കുന്ന CITU നേതാവ് ശ്രീ എളമരം കരീം ഇവിടെ MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം ഈ സഭയിൽ സബ്മിഷൻ കൊണ്ടുവന്ന് ഇവരുടെ സ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് അന്ന് ഇത്രയും ജോലിയില്ല, 2014 അവർക്ക് ഇത്രയും ജോലിയില്ല, ഇതിന്റെ പകുതി ജോലിയില്ലാത്ത കാലത്ത് സാർ അവർക്ക് 10,000 രൂപ ആയി അവരുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക 2014. എന്നെ തീർക്കാൻ സമയത്ത് ഞാൻ പോകുള്ളൂ. 2007 മുതൽ 2011 വരെയുള്ള കാലയളവിൽ മന്ത്രി പറഞ്ഞതുപോലെയല്ല, സംസ്ഥാന സർക്കാർ യാതൊരു ഓണറേറിയവും നൽകിയിരുന്നില്ല. ആ സർക്കാരിന്റെ കാലത്ത് 2011-12 അവസാന ബജറ്റിൽ 300 രൂപ ഓണറേറിയമായി നൽകുമെന്ന് പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്ത്. അത് കൊടുത്തത് എപ്പോഴാ? അത് കൊടുത്തത് UDF സർക്കാരാണ്. അത് കൊടുത്തത് മുഴുവൻ തുക 1 രൂപ 2007
7 മുതൽ 11 വരെയുള്ള കാലയളവിൽ അവർക്ക് കൊടുത്തിട്ടില്ല. UDF ഗവൺമെന്റ് ആണ് ആദ്യമായി ഓണറേറിയം നൽകി തുടങ്ങിയത്. വെറുതെ ബഹളം ഉണ്ടാക്കില്ലേ, പറയുന്ന കേക്ക് കണക്കല്ലേ പറയുന്നത്. ഈ നിയമസഭയിൽ നൽകിയ ഞാൻ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാണ്, ഞാൻ സംസാരിക്കുമ്പോൾ വാക്കൌട്ട് സ്പീച്ച് നടത്തുമ്പോൾ എത്ര തടസ്സപ്പെടുത്തിയാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോയിക്കോ. അല്ലല്ല, അങ്ങനെ ബഹളം ഉണ്ടാക്കി പറയാൻ പറ്റും? അങ്ങേക്ക് പറയാൻ പറ്റും? അല്ലല്ല, അങ്ങനെ പറ്റില്ലല്ലോ. സംസാരിക്കുന്നുണ്ടാണ്. എനിക്ക് അങ്ങോട്ട് നോക്കാൻ പാടില്ലെന്ന് എവിടെ എഴുതി വെച്ചേക്കുന്നത്? അങ്ങനെയൊന്നും അതിന് ഇല്ലാത്ത റൂളൊന്നും ഉണ്ടാക്കണ്ട. റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ അങ്ങനെയൊന്നുമില്ല. സാർ കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെങ്കിൽ സാർ ഇത് നിങ്ങളുടെ പ്രസിദ്ധീകരണ പീപ്പിൾസ് ഡെമോക്രസിയിൽ ആശാ വർക്കേഴ്സ് CITUവിന്റെ നേതൃത്വത്തിൽ ഹരിയാനയിൽ നടത്തിയ സമരത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ്. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ പ്ലീസ്. അദ്ദേഹം കൺക്ലൂഡ് വാക്കൌട്ട് സ്പീച്ച് കഴിയട്ടെ പ്ലീസ്. നിങ്ങൾ തന്നെ ബഹളം ഉണ്ടാക്കുന്നത്, നിങ്ങളെ ബഹളാണ് കൂടുതൽ. യെസ്, മന്ത്രി പറയേണ്ടേ അതിന് മറുപടി? ഇയാൾ അത് ചെയ്തത് തെറ്റാണെന്ന് പറയണ്ടേ? സമയമായി. എനിക്ക് പറയാനുള്ളത് പറയാനുള്ള മുഴുവൻ സമയം കഴിഞ്ഞാൽ കട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ ബഹളം ഉണ്ടാക്കി അല്ല, സമയം കഴിഞ്ഞാൽ കട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടേ പോകും. ഇവിടെ പറയാൻ സമയമുണ്ട്, ബാക്കി ഇവിടെ പുറത്ത് പറയാം. യെസ് സാർ, അത്രേ പറ്റൂ സാർ. അവരുടെ ജോലി ഭാരം മനസ്സിലാക്കി അവരോട് ന്യായമായ തീരുമാനമെടുക്കണം. സാറെ, സമരം ചെയ്ത് തെറ്റാണോ? ഒരു ന്യായമായ ആവശ്യത്തിന് വേണ്ടി 12-14 മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ത്രീകൾ തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യുമ്പോൾ സാർ, എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. സാർ, കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അവരോട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ 21,000 രൂപ കൊടുക്കാം എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ? അപ്പോൾ അവർ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുമ്പോൾ ആ സമരം എങ്ങനെ തെറ്റായി മാറും സാർ? നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല. അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ല, അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും. നിങ്ങളുടെ വാക്കൌട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു. നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം, അതോടെ അവസാനിച്ചു അവിടെ വിഷയം. യെസ്, അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് വാക്കൌട്ട് ചെയ്യാൻ ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ അടുത്ത ബിസിനസ് വൈറ്റ് പോകും. യെസ്. ഓർഡർ. 11 മിനിറ്റായി. ഒരു സ്ഥിരമായി കൊടുക്കുന്ന സമയം കൊടുക്കാൻ പറ്റൂ. ആദ്യം തന്നെ ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര സമയം കൊണ്ടേ പറ്റൂ. യെസ്. ഓർഡർ. ശ്രദ്ധ ക്ഷണിക്കൽ. ഇതാണ് മെയിനായിട്ട് ഇപ്പൊ നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്പീക്കർ പോലും ഭരണപക്ഷത്തിന്റെ കൂടെ നിന്നിട്ട് അവർക്ക് അനുകൂലമായിട്ടാണ് പല തീരുമാനങ്ങളും ഇപ്പോൾ പറയുന്നത്. സംസാരിക്കുന്ന സമയമാണെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ അവിടെ സംസാരിക്കാൻ വിടുന്നില്ല. VD സതീശൻ അതിനൊക്കെ കൃത്യമായ മറുപടിയും കൊടുക്കുന്നുണ്ട്. ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോഴും പറയുന്നത് നിങ്ങൾ ഇവിടെ പറയേണ്ടത് ഇവിടെ പറഞ്ഞാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ ചിലപ്പം വെളിയിൽ പോയി പറയേണ്ടി വരും, കൂടുതൽ സംസാരിച്ചാൽ എന്നുള്ള രീതിയിലുള്ള ഭീഷണിയൊക്കെയാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പം ഏകപക്ഷീയമായിട്ട് പെരുമാറുന്ന സ്പീക്കർ വരെ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിനെ അനങ്ങാൻ വിടുന്നില്ല. എന്താ വെച്ചാൽ ഭരണപക്ഷം പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ ഇപ്പോൾ അവരെ രക്ഷിക്കാൻ ഓടി വരുന്നത് സ്പീക്കറാണ്. എന്തായാലും ആശാ വർക്കേഴ്സിന്റെ സമരം അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവരുടെ സമരത്തെ സർക്കാർ വിളിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവരെ മീറ്റിംഗ് വിളിച്ച് അവരൊരു തീരുമാനം ഉണ്ടാക്കിയാൽ ഒരു അരമണിക്കൂർ കൊണ്ട്, ഈ പറയുന്ന പോലെ അരമണിക്കൂർ കൊണ്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഇത് തീർക്കാൻ സർക്കാരിന് ഇപ്പോൾ പറ്റുന്നില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവർ കൊണ്ടുവന്നിരുന്ന ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് VD സതീശൻ ഇവിടെ പറയുന്നുണ്ട്. അത് തെളിവ് നിർത്തിയാണ് സംസാരിക്കുന്നത്. ഈ തെളിവ് നിർത്തി സംസാരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അവിടെ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. എന്നുവെച്ചാൽ പ്രതിസന്ധിയിലായി എന്നറിയുമ്പോൾ മറ്റുള്ളവർ കടന്ന് ബഹളം വെക്കുകയും എല്ലാം ചെയ്യും. എന്നിട്ട് അവിടെ സംസാരിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം സൈബർ ഇടങ്ങളിലൊക്കെ ഭയങ്കര മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് പ്രതിപക്ഷത്തിനെ ഇങ്ങനെ ആക്കി കളഞ്ഞു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ ആക്കി കളഞ്ഞു എന്നൊക്കെയാണ് അവർ പറഞ്ഞു വരുത്തുന്നത്. അതിന് കുറെ ചാനലുകാരുമുണ്ട്. അവരും കുറെ കട്ടിങ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങോട്ട് ഇട്ടിട്ട് വീണ ജോർജ് അങ്ങ് തീർത്ത് കളഞ്ഞു എന്നൊക്കെയാണ്. പക്ഷെ വീണ ജോർജിന് അതിൻ്റെതായ കൃത്യമായ മറുപടി ഇവിടെ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിട്ടുമുണ്ട്. അത് നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും സിക്കിമിൽ അങ്ങനെ ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് തോന്നിപ്പോയി ചൈന ആക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നിപ്പോ.
ഒരു ഏകപക്ഷീയമായ ഒരു ഭരണം. ഞങ്ങൾക്കെതിരെ ആരും മിണ്ടാൻ പാടില്ല, സമരം ചെയ്യാൻ പാടില്ല, ഒന്നും പാടില്ല. ഇവരൊക്കെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല രീതിയിൽ സമരം നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഓരോ വിഷയങ്ങളും, ചെറിയ വിഷയങ്ങൾക്ക് പോലും വലിയ വലിയ സമരങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പൊ സമരം ഒന്ന് കേട്ടാൽ പേടിയാണ്, ഓടിക്കളയും. അവരുമായിട്ടൊരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ അവരൊന്ന് സമരം ചെയ്തിട്ട് അവരെന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു പുച്ഛം പോലൊക്കെ കാണുന്ന പോലെയാണ് ഇപ്പോൾ സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആശാ വർക്കർമാരുടെ സമരത്തെ എന്തായാലും പിന്തുണച്ചേ കഴിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് 1000 രൂപ കൊടുത്തുള്ളൂ, ഞങ്ങളിപ്പോൾ ഇത്രയും കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്തുള്ള അരിവിലയോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളുടെ വിലയോ അല്ല ഇപ്പോൾ എന്നുള്ളത് ഈ മന്ത്രിമാരാണെങ്കിലും സർക്കാരാണെങ്കിലും ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഈ വനിതകൾ അവർ ഓരോ ജോലി അവരുടെ വീട് ചിലരുടെയൊക്കെ വീട് കഴിഞ്ഞു പോകുന്നത് അവർ കൊണ്ടുപോകുന്ന ഈ ശമ്പളത്തിൽ നിന്നുമൊക്കെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ മനുഷ്യത്വം കാണിച്ചിട്ട് എങ്കിലും സർക്കാർ ഇതിനകത്ത് ഇടപെട്ട് ഇതൊരു പരിഹാരം കാണണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇത് മറ്റുള്ള പാർട്ടികൾ ഏറ്റെടുത്ത് സമരം നടത്തി അതുകൊണ്ട് അത് ഞങ്ങൾക്കൊരു ക്ഷീണമാണ് എന്നുള്ള രീതിയിൽ സർക്കാർ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് വലിയൊരു സമരത്തിലേക്ക് തന്നെ ഇത് പോകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇന്ന് സൈബറിടങ്ങളിൽ മന്ത്രി തകർത്ത് കളഞ്ഞു, മന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിനെ പറപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകളൊക്കെ കാണാനിടയായി. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ഇതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കൃത്യമായ കാര്യമാണ്. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക.